ഈ BMC എന്ന് പറയുന്നത് ഏകദേശം 17,000 കോടി രൂപയുടെ ആനുവൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ഒരു കോർപ്പറേഷനാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കോർപ്പറേഷനാണ്. ശിവസേനയുടെ കൈവശം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇരിക്കുന്ന ഒരു മുനിസിപ്പൽ കോർപ്പറേഷനാണ് BMC. ശിവസേന ഷിൻഡെ വിഭാഗവും BJPയും ഒരുമിച്ച് മത്സരിക്കുന്ന ഒരു കാഴ്ചയാണ് അവിടെ BMCയിലുള്ളത്. BMC നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഉദ്ധവ് താക്കറെയുടെ പാർട്ടിയുടെ അടിത്തറ തന്നെ ഇളകിപ്പോകും. കേരളത്തിലെ NCPയെ സംബന്ധിച്ചിട്ട് AK ശശീന്ദ്രൻ ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിലേക്ക് PC ചാക്കോ വരുമോ? തോമസ് K തോമസ് NCP ഒക്കെ വിട്ടിട്ട് പതുക്കെ CPM മെമ്പർ ആകാൻ വേണ്ടിയിട്ടുള്ള ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. കേരളത്തിൽ 2 പുതിയ പാർട്ടികൾ കൂടി ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. AK ശശീന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ഒരു NCPയും PC ചാക്കോയുടെ നേതൃത്വത്തിലുള്ള മറ്റൊരു NCP ആയിരിക്കും. നമസ്കാരം. മഹാരാഷ്ട്രയിലെ അതിനു മുമ്പായിട്ടേ 2026 ആദ്യമായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും പുതുവത്സര ആശംസകൾ. ഗ്രീഷ്മ നമസ്കാരം. മഹാരാഷ്ട്രയിലെ ജില്ലാ പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലെ മസാല സഖ്യം അത് കേരളത്തിലെ NCPയെ ഏത് രീതിയിലായിരിക്കും ബാധിക്കുക? ഏറ്റവും സുപ്രധാനമായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ BMC എന്ന് പറയുന്നത് ഏകദേശം 17,000 കോടി രൂപയുടെ ആനുവൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ഒരു കോർപ്പറേഷനാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കോർപ്പറേഷനാണ്. ഇന്ത്യയുടെ വ്യാവസായിക നഗരമെന്ന് അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് മുംബൈ. ആ മുംബൈയുടെ കോർപ്പറേഷനിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലധികം പ്രാധാന്യമുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ശിവസേനയുടെ കൈവശം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇരിക്കുന്ന ഒരു മുനിസിപ്പൽ കോർപ്പറേഷനാണ് BMC, അതായത് മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനെ സംബന്ധിച്ചിട്ട് ഒരു തരത്തിലും അത് കൈവിട്ട് കളയാനായിട്ട് താക്കറെ സഹോദരങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഈ ശിവസേനയിൽ നിന്ന് ഷിൻഡെ വിട്ടുപോയതിനു ശേഷം ഉദ്ധവ് താക്കറെ വിഭാഗത്തിനകത്ത് മറാഠികളുടെ പിന്തുണ വളരെ കുറവാണ്. അതായത് മഹാരാഷ്ട്രക്കാരായിട്ടുള്ള ആളുകൾ തങ്ങളുടെ പാർട്ടിക്കകത്ത് കുറവാണ്, അല്ലെങ്കിൽ അവരുടെ പിന്തുണ കുറഞ്ഞു എന്ന് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിതീവ്രമായിട്ടുള്ള പ്രാദേശികവാദം ഉയർത്തിപ്പിടിക്കുന്ന രാജ് താക്കറയെ കൂടി ഉദ്ധവ് താക്കറെ കൂട്ടുപിടിക്കുന്നത്. ഇങ്ങനെ രാജ് താക്കറയെ കൂടി ഉദ്ധവ് താക്കറെ കൂട്ടുപിടിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് അവിടെ തനിച്ചു മത്സരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. ഈ കോൺഗ്രസ് തനിച്ചു മത്സരിക്കുന്ന സമയത്ത് തന്നെയാണ് NCP അജിത് പവാർ വിഭാഗവും NCP ശരത് പവാർ വിഭാഗവും ഒരുമിച്ച് മത്സരിക്കുന്ന ഒരു കാഴ്ചയും നമുക്കവിടെ കാണാൻ വേണ്ടി പറ്റും. അതോടൊപ്പം തന്നെ ശിവസേന ഷിൻഡെ വിഭാഗവും BJPയും ഒരുമിച്ച് മത്സരിക്കുന്ന ഒരു കാഴ്ചയാണ് അവിടെ BMCയിലുള്ളത്. അതായത് ഒരു ചതുഷ്കോണ മത്സരമാണ് നടക്കുന്നത് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് വയ്യ. കോൺഗ്രസിന് ചില ചെറുകിട പാർട്ടികളുടെയൊക്കെ പിന്തുണയുണ്ട്. അങ്ങനെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു മുന്നണി, NCP ശരത് പവാർ വിഭാഗവും അജിത് പവാർ വിഭാഗവും ചേർന്ന ഒരു മുന്നണി, BJPയും ഷിൻഡെയും ചേർന്ന ഒരു മുന്നണി, അത് കൂടാതെ നമ്മളുടെ രാജ് താക്കറെയും ഉദ്ധവ് താക്കറെയും ചേർന്നിട്ടുള്ള ഒരു മുന്നണി. അങ്ങനെ 4 മുന്നണികൾ തമ്മിലാണ് ഇവിടെ പോരടിക്കുന്നത്. അപ്പോൾ ഇതൊരു മസാല സഖ്യം എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇത് BMCയിൽ ഇങ്ങനെയാണ് കാര്യങ്ങൾ എങ്കിൽ തൊട്ടടുത്ത് കിടക്കുന്ന പൂനെയും അതോടൊപ്പം തന്നെ ഇപ്പുറത്ത് കിടക്കുന്ന വസയിലും വേറെ പ്രത്യേകതകളുണ്ട്. അതെന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വസൈ വിരാർ കോർപ്പറേഷനിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ കോൺഗ്രസ് അതോടൊപ്പം തന്നെ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗവും രാജ് താക്കറെയും പിന്നെ അവിടെയുള്ള ഹിതേന്ദ്ര ഠാക്കൂറിന്റെ VVI എന്ന് പറയുന്നൊരു പാർട്ടിയുണ്ട്. ഇവർ 4 പേരും കൂടെ ഒരുമിച്ചാണ് മത്സരിക്കുന്നത്. അതായത് മുംബൈയിൽ BMCയിലേക്ക് 2 കൂട്ടരും പരസ്പരം മത്സരിക്കുന്ന സമയത്ത് വസൈ വിരാർ കോർപ്പറേഷനിലേക്ക് ഇവർ കൂട്ടുകക്ഷിയായിട്ട് മത്സരിക്കുന്നു. ഈ വസൈ വിരാർ കോർപ്പറേഷനിലേക്കും NCPയും അതോടൊപ്പം തന്നെ NCP ശരത് പവാറും അജിത് പവാറും തനിച്ചാണ് മത്സരിക്കുന്നത്. പിന്നെ അപ്പുറത്ത് BJPയും ഷിൻഡെയും ഒരുമിച്ച് മത്സരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ അവിടെ ഒരു ത്രികോണ മത്സരമാണ് വസയിൽ വരുന്നത്. പൂനെയിൽ സമാനമായ സാഹചര്യമാണുള്ളത്. പൂനെയിൽ എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൂനെയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗവും രാജ് താക്കറെ വിഭാഗവും കോൺഗ്രസും ഒരുമിച്ച് മത്സരിക്കുമ്പോൾ ഷിൻഡെയും BJPയും ഒരു പക്ഷത്ത് മത്സരിക്കുന്നു. അവിടെയും എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, NCPയുടെ ശരത് പവാർ വിഭാഗവും അജിത് പവാർ വിഭാഗവും ഒരുമിച്ച് മത്സരിക്കുന്ന കാഴ്ചയാണുള്ളത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 227 അംഗ BMCയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഉദ്ധവ് താക്കറയെ സംബന്ധിച്ചിടത്തോളം അത് നിലനിർത്തേണ്ടത് അനിവാര്യമാണ്. ഏതെങ്കിലും തരത്തിൽ BMC നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഉദ്ധവ് താക്കറെയുടെ പാർട്ടിയുടെ അടിത്തറ തന്നെ ഇളകിപ്പോകും. കാരണം ഈ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിന്റെ ഏറ്റവും വലിയ ഒരു ഫിനാൻഷ്യൽ സോഴ്സ് ബാക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BMCയുടെ ഭരണമാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒരു ചോദ്യമാണ്, മഹാരാഷ്ട്രയിലെ ഇങ്ങനെ ഈ ജില്ലാ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ രൂപം കൊണ്ടിട്ടുള്ള മസാല സഖ്യം. ഈ മസാല സഖ്യത്തിന്റെ ഭാഗമായിട്ട് NCP അജിത് പവാർ വിഭാഗവും ശരത് പവാർ വിഭാഗവും
ഒരുമിച്ച് മത്സരിക്കുന്ന സാഹചര്യത്തിൽ അജിത് പവാർ ആരുടെ സഖ്യകക്ഷിയാണ്? അജിത് പവാർ NDAയുടെ സഖ്യകക്ഷിയാണ്. അജിത് പവാർ മഹാരാഷ്ട്രയിലെ NDA ഗവൺമെന്റിലെ ഉപമുഖ്യമന്ത്രിയാണ്. അതുകൂടാതെ ഇവർക്ക് NCP ഈ അജിത് പവാർ വിഭാഗത്തിന് കേന്ദ്രമന്ത്രി സ്ഥാനം കൊടുത്തിട്ടില്ല. ഒരു സഹമന്ത്രി സ്ഥാനം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുന്ന പാർട്ടിയാണ്. BJPയെ സംബന്ധിച്ചിട്ട് BJPക്ക് മഹാരാഷ്ട്രയിൽ തനിച്ച് ഭൂരിപക്ഷമുണ്ട്. അത് ഏകനാഥ് ഷിൻഡെ കൂടി ആകുമ്പോഴത്തേക്ക് മികച്ച ഭൂരിപക്ഷത്തിലേക്കാണ് അവിടെ പോകുന്നത്. ഇപ്പോൾ അജിത് പവാറും അതോടൊപ്പം തന്നെ ശരത് പവാറും ഒരുമിച്ച് ചേർന്നുകൊണ്ട് പൂനെയിൽ മത്സരിക്കുന്ന സമയത്ത്, പൂന എന്ന് പറയുന്നത് NCPയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമാണ്. പൂന ഏതെങ്കിലും തരത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നതിനെ കുറിച്ച് രണ്ട് NCPകൾക്കും ചിന്തിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ രണ്ട് NCPകളും കൂടെ ചേർന്ന് പൂനെയിൽ മത്സരിക്കുന്ന സമയത്ത് അത് കേരളത്തിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്തായിരിക്കും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കേരളത്തിൽ LDF ഗവൺമെന്റിനകത്ത് മന്ത്രിയായിട്ടുള്ള ഒരു പാർട്ടിയാണ്, അല്ലെങ്കിൽ ഘടകകക്ഷിയായിട്ടുള്ളൊരു പാർട്ടിയാണ് NCP എന്ന് പറയുന്നത്. ഇപ്പോൾ NCP ശരത് പവാർ വിഭാഗമാണ് എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിൽ തന്നെയും ഇവരിപ്പോഴും ചിഹ്നം ലഭിച്ച NCPയുടെ മന്ത്രിയും MLAയുമാണ്. അതായത് എലത്തൂരിൽ നിന്ന് AK ശശീന്ദ്രനും കുട്ടനാടിൽ നിന്ന് തോമസ് കെ തോമസും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ NDA സഖ്യത്തിലുള്ള NCPയുടെ മന്ത്രിയും MLAയുമാണ്. അപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേഷൻ ആവുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ന്യായീകരിച്ചുകൊണ്ടിരുന്നത് എന്താണ്? ഞങ്ങൾ ശരത് പവാർ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്, NCP-S-ന്റെ ആളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ NCP-S ഇല്ല. ശരത് പവാറിന്റെ സ്ഥാനാർത്ഥികൾ മഹാരാഷ്ട്രയിൽ മത്സരിക്കുന്നതും NCPയുടെ ചിഹ്നത്തിൽ തന്നെയാണ്. അപ്പൊ പിന്നെ NCP-S-ന്റെ പ്രസക്തി എന്താണ്? NCP-S-ന്റെ പ്രസക്തി ഇല്ലല്ലോ. അപ്പോൾ ആ NCP-S-ന്റെ പ്രസക്തി നഷ്ടപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ എന്താ സംഭവിക്കാൻ പോവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂന കോർപ്പറേഷൻ പിടിക്കുന്ന ഒരു സാഹചര്യം NCP ശരത് പവാർ അജിത് പവാർ വിഭാഗത്തിന് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ശരത് പവാർ വിഭാഗം പൂർണ്ണമായിട്ടും പഴയ NCPയിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണേണ്ടി വരും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ആ NCP എന്ന് പറയുന്നത് NDAയുടെ ഭാഗമായിട്ട് മാറും. അപ്പോൾ കേരളത്തിലെ നേതാക്കന്മാർ എന്ത് ചെയ്യും? കേരളത്തിലെ നേതാക്കന്മാരെ സംബന്ധിച്ചിട്ട് അവർക്കൊരു പുതിയ പാർട്ടി ഉണ്ടാക്കുക മാത്രമേ അവരുടെ മുമ്പിൽ ഇനി ഒരു വഴിയായിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു AK ശശീന്ദ്രൻ്റെ ഒക്കെ നേതൃത്വത്തിൽ പുതിയൊരു പാർട്ടിക്കുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോഴും അവിടെ ഈ NCPയെ സംബന്ധിച്ചിട്ട് NCPക്കകത്ത് മൊത്തം 10 ആളുകളെ ഉണ്ടാവത്തുള്ളൂ. പക്ഷേ ഈ 10 ആളുകൾക്കും 10 ഗ്രൂപ്പായിരിക്കും. പരസ്പരം പുറകിൽ നിന്നും മുമ്പിൽ നിന്നും സൈഡിൽ നിന്നും എങ്ങനെയൊക്കെ ആളുകളെ ഉപദ്രവിക്കാമോ. കേരള രാഷ്ട്രീയത്തിൽ ഇത്രയും വൃത്തികെട്ട രാഷ്ട്രീയ പ്രവർത്തകരുള്ള, രാഷ്ട്രീയ നേതാക്കന്മാരുള്ള മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാവത്തില്ലെന്നേ. NCPയുടെ AK ശശീന്ദ്രനെ എടുത്തു നോക്കൂ. കേരളത്തിലെ ഏറ്റവും മോശപ്പെട്ട മന്ത്രിമാരിൽ ഒരാളാണ് അദ്ദേഹം എന്ന് മാത്രമാണോ അദ്ദേഹം കാട്ടിക്കൂട്ടിയിട്ടുള്ള കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. NCPക്കകത്തുള്ള എല്ലാവരെയും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലൊക്കെയുള്ള പ്രശ്നങ്ങളുള്ള ആളുകളായിരിക്കും. അവരെ വ്യക്തിപരമായിട്ടൊന്നും ഞാനൊന്നും പറയുന്നില്ല, പക്ഷേ എങ്കിൽ തന്നെ പറയാതിരിക്കാൻ വയ്യ. കുതികാൽ വെട്ടിൻ്റെ ആശാന്മാരുള്ള സ്ഥലമാണ് ഈ NCP എന്ന് പറയുന്നത്. ഈ NCPയിൽ നിന്ന് വേറൊരു KDP എന്ന ഒരു പാർട്ടി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ KDPയിലേക്കൊന്നും ഇവർക്ക് പോകാൻ വേണ്ടി പറ്റത്തില്ല. KDP ഇപ്പോൾ UDFന്റെ ഭാഗമാണ്. അത് കൂടാണ്ട് തന്നെ ആ KDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NCPയുടെ ഏറ്റവും വലിയ ശത്രു ആയിട്ടുണ്ടായിരുന്ന ഒരുത്തനാണ് ഇപ്പോൾ അതിന്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നത്. ആ പ്രസിഡന്റിനെതിരെ ഉള്ള നിയമ നടപടികളും ഒക്കെ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ കേരളത്തിലെ NCPയെ സംബന്ധിച്ചിട്ട് AK ശശീന്ദ്രൻ ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിലേക്ക് PC ചാക്കോ വരുമോ? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ആ പാർട്ടിയിൽ തോമസ് കെ തോമസ് ഉണ്ടാകുമോ? ഇതൊന്നും നമുക്കറിഞ്ഞുകൂടാ. ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തോമസ് കെ തോമസ് NCP ഒക്കെ വിട്ടിട്ട് പതുക്കെ CPM മെമ്പർ ആകാൻ വേണ്ടിയിട്ടുള്ള ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ CPM കാരനാവുന്ന തോമസ് കെ തോമസിന് ഒരുപക്ഷെ കുട്ടനാടിൽ CPM മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായേക്കാം. പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുട്ടനാട് എതിർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ആളുകളുടെ വിജയം ഉറപ്പായിരിക്കും എന്നുകൂടി നമുക്ക് ഈ അവസരത്തിൽ തന്നെ ഇവിടെ വെച്ച് തന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അത്രയ്ക്ക് ജനസമ്മതിയുള്ള ആളാണ്. അപ്പോൾ നമ്മുടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ പിണറായി സർക്കാരിലുള്ള NDA മന്ത്രിമാരുടെ എണ്ണം ഇപ്പൊ 2 വർദ്ധിച്ചു. 1 K കൃഷ്ണൻകുട്ടി JDS, 2 ഇപ്പൊ NCP. അപ്പോൾ ഇനി പറയാൻ ഒരു ന്യായീകരണവും ഇവരുടെ പക്കലില്ല. കാരണം എന്താ വെച്ചാൽ ഇവർ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾ NCP-S ആണ്, ഞങ്ങൾ അജിത് പവാർ വിഭാഗമല്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ NCP-S-ഉം അജിത് പവാർ വിഭാഗവും ഒരുമിച്ച് മുംബൈ കോർപ്പറേഷനിലും അതോടൊപ്പം തന്നെ കോർപ്പറേഷനുകളിലേക്കും മുനിസിപ്പാലിറ്റികളിലേക്കും ജില്ലാ പഞ്ചായത്തുകളിലേക്കും നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഉറപ്പായിട്ടും കേരളത്തിലെ നേതാക്കന്മാർക്ക് ഇനി ഒന്നും പറയാനുണ്ടാവില്ല. അവരെ സംബന്ധിച്ചിട്ട് അവർക്ക്
ഒരു പുതിയ പാർട്ടി അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ പോയി ലയിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ അവർക്ക് ലയിക്കാൻ പറ്റുന്ന പാർട്ടികളൊന്നും കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഏതൊക്കെയായാലും വരും ദിവസങ്ങളിൽ കേരളത്തിൽ 2 പുതിയ പാർട്ടികൾ കൂടി ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതൊന്ന് AK ശശീന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള ഒരു NCPയും PC ചാക്കോയുടെ നേതൃത്വത്തിലുള്ള മറ്റൊരു NCP ആയിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട.